കണ്ണൂർ കായലോട് പരസ്യവിചാരണ തുടർന്ന് യുവതി ജീവൻ ഒടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികൾ വിദേശത്തേക്ക് കടന്നു. SDPI പ്രവർത്തകരായ സുനീർ സക്കറിയ എന്നിവരാണ് വിദേശത്തേക്ക് മുങ്ങിയത്. അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് വിവരങ്ങളുമായി. അരുൺ, കുടുംബത്തിന് പരാതി ഉണ്ടായിരുന്നതാണ്, എന്നിട്ടും ഈ ഒരു അവസ്ഥയിൽ അവർക്ക് അങ്ങനെ കടക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യമാണ് ആദ്യം. സ്മിത, ഈ കേസിൽ 5 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 3 പ്രതികളെ യുവതിയുടെ റസീനയുടെ ആത്മഹത്യക്ക് പിന്നാലെ തന്നെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. അവർ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. അതിനുശേഷം റസീനയുടെ സുഹൃത്തായിട്ടുള്ള റഹീസ് കഴിഞ്ഞ ദിവസം പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയും ഈ റഹീസിൻ്റെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ആ മൊഴിയിലാണ് തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും പരസ്യ വിചാരണ ചെയ്തുവെന്നും മൊഴി നൽകിയത്. ഈ മൊഴിയുടെയും അതോടൊപ്പം തന്നെ റഹീസിൻ്റെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് 2 പേരെ കൂടി പോലീസ് ഈ പ്രതിപട്ടികയിലേക്ക് ചേർത്ത് അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെ പോലീസ് ചുമത്തുകയും ചെയ്തിരുന്നു. അത് സുനീർ അതോടൊപ്പം തന്നെ സക്കരിയ, ഈ 2 പ്രതികൾ, ഇവരും SDPI പ്രവർത്തകരാണ്. ഈ 2 പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ നടത്തി വരുന്നതിനിടെയാണ് ഇവർ വിദേശത്തേക്ക് കടന്നു എന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അത് സ്ഥിരീകരിക്കാവുന്ന വിവരമാണ് എന്നതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എവിടത്തേക്കാണ് കടന്നതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അത്തരം വിശദാംശങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പോലീസ് പുറത്തിറക്കിയിട്ടുള്ളത്. അവർ ഇതിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്ത പ്രതികളാണ്. ആദ്യഘട്ടത്തിൽ ഈ റസീനയും അതോടൊപ്പം തന്നെ റഹീസും അവിടെ സംസാരിക്കുന്നതിനിടെ അവിടെ എത്തി പരസ്യ വിചാരണയിൽ ഏർപ്പെട്ടു. അതിനുശേഷം റഹീസിനെ തൊട്ടടുത്തുള്ള സമീപത്തുള്ള ഒരു പ്രദേശത്ത് കൊണ്ടുപോയി മർദ്ദിക്കുകയും മണിക്കൂറുകളോളം വിചാരണ നടത്തുകയും ചെയ്തു എന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുത്ത 2 പ്രതികളാണ്, SDPI പ്രവർത്തകരായ 2 പ്രതികളാണ് വിദേശത്തേക്ക് കടന്നിട്ടുള്ളത്. അവർക്കായാണ് ഇപ്പോൾ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിട്ടുള്ളത്. പക്ഷേ എങ്ങോട്ടാണ് കടന്നതെന്ന് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ പുറത്തുവിട്ടിട്ടില്ല. സുനീർ സക്കറിയ എന്നിവരാണ് ഇപ്പോൾ വിദേശത്തേക്ക് കടന്നിരിക്കുന്നത്. മറ്റ് 3 പേർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട് എന്നാണ് അരുൺ പൂപ്പറമ്പ നൽകിയ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അരുൺ, ഇതിൽ ഈ സുഹൃത്ത് 3 വർഷം മുൻപ് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടതാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഇവരെ അധിക്ഷേപിക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അപ്പോൾ സുഹൃത്ത് പറയുന്നു മർദ്ദനം ഏറ്റ ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മനോവിഷമം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്നു. ഈ സുഹൃത്തിൻ്റെ മൊഴി, അതിലും തുടക്കം മുതൽ കുടുംബാംഗങ്ങൾക്കൊരു ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്തരം പ്രശ്നങ്ങൾ മാറിയോ? ഈ സുഹൃത്തിനെ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ വീട്ടുകാർ? അസ്മിത, ഇതിൽ പ്രതികൾക്കെതിരെ നിർണായകമായിട്ടുള്ള 2 തരത്തിലുള്ള തെളിവുകളാണ് പോലീസ് ശേഖരിച്ചത്. അത് ഈ ആത്മഹത്യക്ക് ശേഷം തന്നെ അവിടെ നിന്ന് അതായത് യുവതി ആത്മഹത്യ ചെയ്ത അതേ മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് 3 പേജുള്ള വിശദമായിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിരുന്നു. ആ ആത്മഹത്യാക്കുറിപ്പിൽ ആരൊക്കെയാണ് ഈ പരസ്യ വിചാരണക്ക് നേതൃത്വം നൽകിയത്, ആരാണ് ഭീഷണിപ്പെടുത്തിയത്, ആരാണ് തന്നെ അവഹേളിച്ചത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അത് പ്രകാരമാണ് ആദ്യ 3 പ്രതികളെ നേരത്തെ പോലീസ് ഈ യുവതിയുടെ ആത്മഹത്യക്ക് പിന്നാലെ തന്നെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷമാണ് യുവാവ്, അതായത് ഈ റസീനയുടെ സുഹൃത്തായിട്ടുള്ള യുവാവ് കുറച്ചു ദിവസം ഒളിവിലായിരുന്നു. അതിനുശേഷം പിണറായി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി വിശദമായ മൊഴി നൽകുകയും ചെയ്തു. അതിനിടെ ഈ സുഹൃത്തിനെതിരെ റസീനയുടെ കുടുംബം ചില ആരോപണങ്ങളും പരാതികളും ഉന്നയിച്ചിരുന്നു. ഈ ആത്മഹത്യക്ക് യഥാർത്ഥ കാരണം ഈ സുഹൃത്താണ് എന്ന തരത്തിലുള്ള പരാതികൾ ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനമായും സ്വർണവും പണവും തട്ടിയെടുത്തു, ശാരീരികമായും സാമ്പത്തികമായും തൻ്റെ മകളെ പീഡിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റസീനയുടെ മാതാവ് പരാതി നൽകിയത്. നഗ്നചിത്രങ്ങൾ പകർത്തിയെന്നുൾപ്പെടെയുള്ള അതുപയോഗിച്ച് ഉൾപ്പെടെയുള്ള അതിഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളും പരാതികളും കുടുംബം ഉന്നയിച്ചിരുന്നു. പക്ഷേ പോലീസ് അതിൽ ഒരു അന്വേഷണം നടത്തി. പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ആ പരാതിയിൽ കഴമ്പില്ല എന്ന് പോലീസ് കണ്ടെത്തി. അതായത് ഈ സുഹൃത്തിനെതിരെ ഏതെങ്കിലും ഒരു പരാമർശം ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിട്ടില്ല. തൻ്റെ മരണത്തിൽ ഏതെങ്കിലും നിലയിൽ ഈ സുഹൃത്ത് കാരണമായി എന്നതിനെ സംബന്ധിച്ച് ആത്മഹത്യാക്കുറിപ്പിലില്ല. അതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഈ സുഹൃത്തിനെതിരെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നൊരു കണ്ടെത്തലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് യുവാവ് ഈ റസീനയുടെ സുഹൃത്തായിട്ടുള്ള യുവാവ് നൽകിയിട്ടുള്ള മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തു. അതിനെ സാധൂകരിക്കുന്ന ചില സാഹചര്യ തെളിവുകളും പോലീസിന് ശേഖരിക്കാനായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന 3 പ്രതികൾക്കൊപ്പം
ആ യുവാവിന്റെ പരാതിയിൽ പറയുന്ന ഈ രണ്ട് പ്രതികൾ സുനീറും അതോടൊപ്പം തന്നെ സക്കരിയ എന്നീ രണ്ട് SDPI പ്രവർത്തകരായിട്ടുള്ള പ്രതികളെ കൂടി പോലീസ് ഈ പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയത്, അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് തന്നെ ചുമത്തുകയും ചെയ്തത്. പക്ഷേ അവരെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല. അതിനിടെ വിദേശത്തേക്ക് കടന്നു എന്ന വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഈ യുവാവിനെതിരെ കുടുംബം ഉന്നയിച്ചിട്ടുള്ള പരാതി അവർ തുടരുന്നുണ്ടാകില്ല. ആ ആരോപണങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു കണ്ടെത്തലില്ല. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാട് ഇവർ തമ്മിൽ നടന്നുവെന്നോ അല്ലെങ്കിൽ സ്വർണം തട്ടിയെടുത്തുവെന്നോ ഈ നഗ്നചിത്രങ്ങൾ, അതായത് ഈ യുവാവിന്റെ ഫോണ് പോലീസിന്റെ പക്കലാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അത്തരം നഗ്നചിത്രങ്ങൾ പകർത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തു എന്ന പരാതി നിലനിൽക്കില്ല. അതിൽ കഴമ്പില്ല എന്ന കണ്ടെത്തലാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പോലീസ് ഇപ്പോഴും ഈ സദാചാരാക്രമണം, അത്തരത്തിൽ ക്രൂരമായ മർദ്ദനം, വിചാരണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിക്കുകയും ആ പ്രതികളെ പൂർണ്ണമായി അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കാണ് പോലീസ് കടന്നത്. രണ്ട് പ്രതികളാണ് SDPI പ്രവർത്തകർ സുനീർ സക്കറിയ, അവരാണ് വിദേശത്തേക്ക് മുങ്ങിയത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.